ഈ വീഡിയോയിൽ നമ്മൾ തുർക്കിയെക്കുറിച്ചാണ് നോക്കുന്നത്. തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ട ജിയോ പൊളിറ്റിക്കൽ അനാലിസിസ്. തുർക്കി നേരിടുന്ന പ്രശ്നങ്ങൾ, അവരുടെ ഫോറിൻ പോളിസി പരാജയം, ഇതാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ നോക്കിക്കാണുന്നത്. അപ്പോൾ തുർക്കിക്ക് യുണൈറ്റഡ് നേഷൻസിൻ്റെ ജനറൽ അസംബ്ലിയിൽ വെച്ചിട്ട് ഇന്ത്യ ശക്തമായ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മറുപടികളൊക്കെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. ഇന്ത്യക്കുള്ളിൽ യുണൈറ്റഡ് നേഷൻസിൽ ഇന്ത്യ ഒന്നും തന്നെ സാധിച്ചില്ല, ഒന്നും തന്നെ സംസാരിച്ചില്ല, ഒന്നും മിണ്ടിയില്ല, ഇന്ത്യയിൽ ഒറ്റപ്പെടുത്തി എന്നൊക്കെയുള്ള വാർത്തകളാണ് ഇവിടെയൊക്കെ അടിച്ചിറക്കുന്നത്. അതൊക്കെ വെറും ഫേക്ക് ന്യൂസുകളാണ്. ഇന്ത്യ ശക്തമായ നിലപാടെടുത്തത്, എല്ലാ കാര്യങ്ങൾക്കും മറുപടി കൊടുത്തിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ടുള്ള നിലപാട് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഇന്ത്യ മുന്നോട്ട് പോയത്. ഗ്ലോബൽ സൗത്ത് മീറ്റിംഗ്, ബ്രിക്സ് മീറ്റിംഗ് ഉൾപ്പെടെയുള്ള മീറ്റിംഗ് എല്ലാം തന്നെ അമേരിക്കയിൽ വെച്ച് തന്നെ നടത്തിയിട്ടാണ് ഇന്ത്യ വന്നത്. ഇൻഫാക്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പോയിരുന്നെങ്കിൽ തന്നെയും അത് ഒരു പ്രൈം മിനിസ്റ്ററിന്റെ അഡ്രസ്സിങ് എന്നുള്ളതിലുപരിയായിട്ട് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ, കാരണം ഈ അണ്ടർ സെക്രട്ടറി പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ഇന്ത്യ ഈസിയർ ആക്കിയിരിക്കുകയാണ്. ഇപ്പം നിലവിൽ നമുക്ക് UN നിന്നും കിട്ടുന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പെർമനന്റ് മെമ്പർഷിപ്പ്, ഇന്ത്യക്ക് വീറ്റോ അംഗീകാരം കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഐക്യരാഷ്ട്രസഭയിൽ നടക്കുകയാണ്. അതായത് ഇനി വരുന്ന റെസൊല്യൂഷനിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ പേര് ഉന്നയിക്കപ്പെടും. അതിൽ ഗ്ലോബൽ സൗത്ത് ഉൾപ്പെടെ, ബ്രിക്സ് രാജ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്ക് സപ്പോർട്ടാണ്. 146 രാജ്യങ്ങളുടെ സപ്പോർട്ട് ഇന്ത്യ നേടിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും ചൈന ഇത്തവണ വീറ്റോ ചെയ്യില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ഉറപ്പ് ചൈന ഇന്ത്യക്ക് കൊടുത്തിട്ടുള്ളതായിട്ടുള്ള വാർത്തകളും പരക്കെ വരുന്നുണ്ട്. ഇത്രയും നാളും അമേരിക്ക ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തിരുന്നത് ചൈന എന്തായാലും വീറ്റോ ചെയ്യും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് അവർ കൺഫേം ആയിട്ട് സപ്പോർട്ട് നമുക്ക് തന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇത്തവണ ചൈന സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അമേരിക്ക എന്ത് നിലപാടെടുക്കും എന്നുള്ളത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. അമേരിക്കയുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയാനുള്ള ഒരു മാർഗം കൂടിയാണ് യുണൈറ്റഡ് നേഷൻസ് ഇന്ത്യയുടെ പെർമനന്റ് അംഗത്വത്തിനെ ചൊല്ലിയുള്ള ആ ഒരു റെഫറൻഡം കൊണ്ടുവരുന്ന ആ ഒരു ദിവസം. ആ മൊമെന്റിൽ ഇന്ത്യയുടെ ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള കടന്നുവരവിനെ അമേരിക്ക എങ്ങനെ കാണുന്നു, വെസ്റ്റേൺ രാജ്യങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായിട്ട് ഐക്യരാഷ്ട്രസഭ വേദിയാവും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. More nimble, more effective for the people that we serve, and especially more representative of the world that it is in 2025 as opposed to the world of 1945. It is a different world. I think there are many countries who probably feel their voices are not heard as much as they should be, given their role on the global stage. And we want this organization to be representative. I think India is a very important part of the United Nations system. They are a great supporter of multilateralism, and the Secretary General has, I think, very good relations with the Indian government. We have a lot of Indian colleagues who work here with us, and India is an important voice within the UN. Well, the Secretary General is very supportive of the reform of the Security Council. അമേരിക്കയ്ക്കുള്ള ഒരു ചാലഞ്ചാണ് ഇപ്പോൾ. ചൈനയെ അമേരിക്ക ഇന്ത്യ യുണൈറ്റഡ് നേഷൻസിലേക്ക് ആ പെർമനന്റ് മെമ്പർഷിപ്പിലേക്ക് നടന്നെടുക്കുകയാണ്. തുർക്കിയുടെ തയ്യിബ് എർദോഗന്റെ ഫോറിൻ പോളിസി ഫെയിലിയറിനെ കുറിച്ച് നമ്മൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. തുർക്കി ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലം, ഈ മാപ്പ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ആ മാപ്പ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. തുർക്കിയുടെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥാനത്താണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു യൂറോപ്പിന്റെ ഗേറ്റ് വേ ആണെന്ന് വിളിക്കപ്പെടുന്നു. അതുപോലെ തന്നെ യൂറോപ്യൻസ് അതിനെ ഏഷ്യയിലേക്കുള്ള ഗേറ്റ് വേ ആയിട്ട് കാണുന്നു. അതുപോലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും മെഡിറ്ററേനിയൻ ഏരിയ ഇതെല്ലാം തന്നെ ചേർന്ന് കിടക്കുന്ന ഒരു സൂപ്പർബ് ലൊക്കേഷനിലാണ് തുർക്കി സ്ഥിതി ചെയ്യുന്നത്. ഈ ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൈവരുന്നത്. പക്ഷേ ആ പ്രാധാന്യത്തിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ തയ്യിബ് എർദോഗന് കഴിഞ്ഞില്ല. മതം തലക്കി പിടിച്ച ഒരു ഭരണാധികാരി ആ മതത്തിനെ തന്നെ രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിച്ചുകൊണ്ട്, ആ മതത്തിന്റെ പേരിൽ വോട്ട് ബാങ്ക് ചേർത്തുകൊണ്ട് വിജയിച്ചു വന്ന ഒരു ഭരണാധികാരി ഫോറിൻ പോളിസി കൃത്യമായിട്ട് രൂപപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ തയ്യിബ് എർദോഗൻ മതത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് വോട്ട് വാങ്ങി ഈ തലപ്പത്ത് വന്നിരിക്കുന്നത്. അത് പഴയ ഓട്ടോമൻ എംപററിന്റെ സാമ്രാജ്യം, ഖിലാഫത്ത് പ്രസ്ഥാനങ്ങളുടെ സാമ്രാജ്യം, ഈ ആശയങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടാണ് തയ്യിബ് എർദോഗൻ വിജയിച്ചു വന്ന് കസേരയിലിരിക്കുന്നത്. അപ്പം ഇയാൾക്കൊരു ഫ്രീ ആയിട്ടുള്ള ഒരു ഫോറിൻ പോളിസി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതായത് എങ്ങോട്ട് നീങ്ങിയാലും അവസാനം ഈ മതം പിടിച്ചിങ്ങനെ പിന്നോട്ട് വലിച്ച് ഇവിടെ കൊണ്ട് കസേരയിലിരുത്തും. അപ്പോൾ അതുകൊണ്ട് ഒരു ഫോറിൻ പോളിസി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇന്ത്യയുമായിട്ട് പരാജയം, ചൈനയുമായിട്ട് പരാജയം, യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള മെമ്പർഷിപ്പ് ആണെന്ന് പറഞ്ഞാൽ അവിടെയും പരാജയം, യൂറോപ്പിലും പരാജയം. ഇത് എന്താണ് സംഭവിക്കുന്നത്? തുർക്കിയുടെ ഫോറിൻ പോളിസി അട്ടർ ഫ്ലോപ്പാണ്. അതിന് കാരണം തയ്യിബ് എർദോഗനാണ്. വളരെ ഷോർട്ടായിട്ട് നോക്കി പോവാം. ചൈന എന്തുകൊണ്ടാണ് തുർക്കിയെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൽ നിന്നും പുറത്താക്കിയെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൽ കഴിഞ്ഞ 2010 മുതലേ തുർക്കി ആക്റ്റീവ് ആയിട്ടുള്ള മെമ്പറാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ വന്ന് സൈൻ ചെയ്യുകയും അതുപോലെ തന്നെ വളരെയധികം ശക്തമായ രീതിയിൽ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിനെ പിന്തുണയ്ക്കുകയും, ചൈനയും ഈ തുർക്കിയെ ഒരു സെൻട്രൽ പോയിന്റ് ട്രാൻസ്പോർട്ടേഷൻ റൂട്ടായിട്ട് തന്നെയാണ് കരുതിയിരുന്നത്. സെൻട്രൽ ഏഷ്യ ഭാഗത്തു നിന്നും യൂറോപ്പിൽ നിന്നും കണക്റ്റിംഗ് പോയിന്റ് ആയിട്ട് റെയിൽവേ കോറിഡോർ പദ്ധതികൾക്കൊക്കെ തുടക്കം കുറിച്ചിരുന്നതാണ്. പക്ഷേ പിന്നീട് അത് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. പറഞ്ഞാൽ ബാക്കു എന്ന് പറഞ്ഞാൽ അറിയാലോ, അസർബൈജാന്റെ തലസ്ഥാനമാണ് ബാക്കു.
ബാക്കു, തിബിലിസി, കാർസ് ഈ 3 സ്ഥലങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള റെയിൽവേ പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിരുന്നത്. പക്ഷെ അതിപ്പോൾ പെൻഡിങ്ങിലാണ്, അതിപ്പോൾ പൂർത്തീകരിക്കുന്നില്ല. ചൈന പൂർണ്ണമായിട്ടും അതിൽ നിന്ന് പിൻവാങ്ങിയ ഒരു അവസ്ഥയാണ് കാണുന്നത്. ആ റെയിൽവേ കോറിഡോർ ബാക്കു മുതൽ ഇസ്താൻബുൾ വരെ വരും. അങ്ങനത്തെ ഒരു വലിയൊരു നീണ്ട റെയിൽപാതയാണ്. ആ കോറിഡോറാണ് ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നത്. TRC സഖ്യം, ഈ TRC സഖ്യം 2010 മുതൽ കുറച്ച് ഫേമസ് ആയിട്ട് തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു സഖ്യമാണ്. തുർക്കി, റഷ്യ, ചൈന ഈ 3 രാജ്യങ്ങളുമായിട്ട് ചേർന്ന ഒരു കൂട്ടായ്മ. ഇതിനെയാണ് TRC സഖ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ കൂടുതലായിട്ട് പ്രശംസിച്ച് സംസാരിച്ചിരുന്നത് MHP എന്ന് പറഞ്ഞ തുർക്കിയിലെ പാർട്ടിയിലെ നേതാവായിരുന്ന ദൗലെ ബാക്ഷ്ലി എന്ന് പറഞ്ഞ ആ ഒരു ലീഡറാണ് ഇതിനെക്കുറിച്ച് വളരെയധികം പോപ്പുലറായിട്ട് സംസാരിച്ച് ഈ ഒരു തിയറി മുന്നോട്ട് വെച്ചത്. അതായത് ഈ TRC സഖ്യം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ ആശയത്തെ തായിബ് എർദോഗൻ, അതായത് ഏർലി 2010-2011 ആ ടൈമിൽ തായിബ് എർദോഗൻ അമേരിക്ക സന്ദർശിച്ചിരുന്ന സമയത്ത് ഈ ആശയത്തെ തള്ളി പറഞ്ഞിരുന്നു. ആ ഒരു ഏഷ്യൻ സൈഡിൽ ഒരു ഡോമിനൻസ് നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ തൊട്ട് തന്നെ ചൈന ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൽ ഒരു വിയോജിപ്പ്, അതിലേക്ക് തുർക്കിയെ കൊണ്ടുവരേണ്ടതുണ്ടോ എന്നുള്ളൊരു ചിന്ത ചൈനയ്ക്കുള്ളിൽ രൂപപ്പെട്ടു വന്നു. ചൈന അതിൽ നിന്ന് തന്നെ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ തുടങ്ങി. അതായത് ഈ വിഷയത്തിനെ കുറിച്ചൊന്നും അമേരിക്കയിൽ ചെന്ന് പരാമർശിക്കേണ്ട ഒരു ആവശ്യമില്ല. അതായത് അമേരിക്കയുടെയും വെസ്റ്റേൺ രാജ്യങ്ങളുടെയും പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ ചെന്നിട്ട് ഏഷ്യൻ രാജ്യങ്ങളെ തള്ളിപ്പറഞ്ഞു. TRC എന്ന് പറഞ്ഞ ഈ ഒരു സഖ്യത്തിന്റെ ആ ഒരു ആശയത്തിനെ തള്ളിപ്പറഞ്ഞതിന്റെ പിന്നിലുണ്ടായ വിഷയം, തുർക്കി എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു വെസ്റ്റേൺ പ്രീണനം, ആ ഒരു വെസ്റ്റേൺ രാജ്യങ്ങളോടുള്ള ആ ഒരു ചായ്വ്, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇത് അവരുടെ ഫോറിൻ പോളിസിയുടെ ഒരു പരാജയമാണ്. തുർക്കിയാണെങ്കിൽ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൽ വളരെ നിർണായക സ്ഥാനം വഹിക്കുന്ന ഒരു എക്സാക്ട് പോയിന്റ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ കോറിഡോറിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. 2010 മുതൽ 2015 വരെ ചൈനയും തുർക്കിയും തമ്മിൽ ഒരുപാട് കരാറുകൾ ഈ ഒരു ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ അടിസ്ഥാനത്തിൽ സൈൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ 2023 ഏകദേശം 2022 ലാസ്റ്റോടുകൂടി ചൈന പൂർണ്ണമായിട്ടും തുർക്കിയുടെ ഉള്ളിലേക്ക് ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവുമായിട്ട് ബന്ധപ്പെട്ട് നിക്ഷേപം ചെയ്യുന്നത് പൂർണ്ണമായിട്ട് നിർത്തിവെച്ച്, ആൾമോസ്റ്റ് സീറോ. ആഗോളതലത്തിൽ ചൈന ഈ ഒരു ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടോ ആ ഇൻവെസ്റ്റ്മെന്റുകളുടെ ആകത്തുക നോക്കിക്കഴിഞ്ഞാൽ തുർക്കിയിൽ വെറും 1.3% മാത്രമേ ഉള്ളൂ. അതും പ്രാഥമിക കാലഘട്ടങ്ങളിൽ നിക്ഷേപിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചൈന അവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ല. ഇതിന് പല കാരണങ്ങൾ ചൈന വിലയിരുത്തുന്നുണ്ട്. ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വളരെ വിശദമായിട്ടൊരു ഐഡിയ, അതായത് ചൈനയും തുർക്കിയും തമ്മിലുള്ള ഒരു ബന്ധം, ആഗോളതലത്തിൽ തുർക്കി നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ, തുർക്കി നേരിടുന്ന പ്രതിസന്ധികൾ, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു വെൽ സ്റ്റഡി മെറ്റീരിയലാണിത്. എങ്ങനെയാണ് തുർക്കി $1 ട്രില്യൺ പദ്ധതിയിൽ നിന്നും പുറത്താക്കപ്പെട്ടത്, എന്തുകൊണ്ടാണ് പുറത്താക്കപ്പെട്ടത്? തുർക്കിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, ചൈനയിൽ നിന്നും എങ്ങനെയെങ്കിലും കുറേ ഇൻവെസ്റ്റ്മെന്റുകൾ മേടിച്ച് കൂട്ടിക്കളയാം, മറ്റുള്ള രാജ്യങ്ങളൊക്കെ പുഷ്ടിപ്പെടുന്നല്ലോ, അതുപോലെ നമുക്കും വളരെയധികം പൈസ മേടിച്ച് അങ്ങ് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നു. ആ മോഹങ്ങളൊക്കെ നശിച്ചു എന്ന് വേണം പറയാൻ. 2013 മുതൽ 2023 വരെ ചൈന ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ പേരിൽ മൊത്തത്തിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത് ആഗോളതലത്തിൽ മറ്റുള്ള രാജ്യങ്ങൾ $1.05 ട്രില്യൺ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത്. ട്രില്യൺ. ഇടയ്ക്ക് കുറച്ച് ക്ഷീണിച്ചിരുന്നു. പിന്നെ 2025 ഫസ്റ്റ് ഹാഫിൽ മാത്രം ഏതാണ്ട് 1.3 ട്രില്യൺ ആയിട്ടുണ്ട്. അത് 1.3 ട്രില്യൺ ആയിട്ട് മാറിയിട്ടുണ്ട്. ചൈനയുടെ BRI പദ്ധതിയിലൂടെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ ആ ഒരു എമൗണ്ട് ആണ് ഞാൻ പറയുന്നത്. സൗദി അറേബ്യ, ഇറാഖ്, UAE, കസഖസ്ഥാൻ ഇതൊക്കെ നിർണായകമായിട്ടുള്ള പങ്കാളികളായിട്ട് മാറി ചൈനയുടെ ഈ ഒരു ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൽ. അവർക്കെല്ലാം വലിയ രീതിയിലുള്ള ഗുണം കിട്ടി, അവർക്കെല്ലാം വലിയ രീതിയിലുള്ള നിക്ഷേപവും കിട്ടി. പക്ഷേ തുർക്കിക്ക് ഒന്നും കിട്ടിയില്ല. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് ചൈന ചൂണ്ടിക്കാണിക്കുന്നത് 50% + ഇൻഫ്ലേഷൻ ആ രാജ്യത്തിനുള്ളിൽ. ഈ തായിബ് എർദോഗൻ ഭരിക്കുന്ന തുർക്കിയുടെ അവസ്ഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇന്ത്യക്കാർ ഏറ്റവും നല്ലൊരു ഡെസ്റ്റിനേഷനായിട്ട് കണ്ടെത്തി പൊയ്ക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഇസ്താൻബുൾ. ഇപ്പോൾ ഇന്ത്യക്കാരുടെ ആ ഒരു ടൂറിസം, ഇന്ത്യക്കാരുടെ പ്രസൻസ്, ഇന്ത്യക്കാരുടെ ആ ഒരു ടൂറിസത്തിലേക്കുള്ള ആ ഒരു കോൺട്രിബ്യൂഷൻ ഇസ്താൻബുളിൽ കുത്തനെ കുറഞ്ഞിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം തായിബ് എർദോഗൻ തന്നെയാണ്. പ്രത്യേകിച്ച് തായിബ് എർദോഗന്റെ ഈ ഒരു ഇന്ത്യ വിരുദ്ധ നിലപാട്. ചൈന ഒരു ആദ്യ കാലഘട്ടങ്ങളിൽ അവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയല്ലോ. ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഏതൊക്കെ മേഖലകളാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ് മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ, ചെറിയ മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഖനിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു മൈനിങ് പ്രോജക്റ്റ്, 1-2 ചെറിയ മൈനിങ് പ്രോജക്റ്റുകൾ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ എല്ലാം റീറ്റെയിൽ മേഖലയിലാണ്. റീറ്റെയിൽ മേഖല എന്ന് പറഞ്ഞാൽ ചൈനീസ് മാനുഫാക്ചറിംഗ് ഐറ്റംസ് ആണ് ഏറ്റവും കൂടുതൽ തുർക്കിയിലേക്ക് കയറ്റി അയക്കുന്നത്. അത് അവിടെ റീറ്റെയിൽ യൂണിറ്റുകൾ ചൈനയുടെ തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അവിടെ തുർക്കിക്കുള്ളിലുള്ളത്, ചൈനയുടേതായിട്ട് ഈ ഒരു BRI പദ്ധതിയിലൂടെ നടത്തിയ ഇൻവെസ്റ്റ്മെന്റിൽ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ 2017 പ്രഖ്യാപിച്ച ആ ഒരു ബാക്കു മുതൽ ഇസ്താൻബുൾ വരെയുള്ള ടിബിലിസി വഴി പോകുന്ന ആ ഒരു കർസ് ട്രെയിൻ കോറിഡോർ, ആ പദ്ധതി നടപ്പായില്ല, അത് തടസ്സപ്പെട്ടു. അപ്പം തന്നെ അടപടലം പൊളിഞ്ഞ്. അതിൽ പ്രത്യേകിച്ചും പറയപ്പെടുന്നത് ചൈനയുടെ കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള പൈസ ചൈന ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷേ തുർക്കിയുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ, അവർ പറഞ്ഞിരുന്ന ആ ഒരു ഫണ്ട്, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം കൊണ്ട് അവർക്ക് ആ ഫണ്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള റീസണാണ് ചൈന കൂട്ടിയിരിക്കുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയ ദൗർബല്യം, രാഷ്ട്രീയ വിശ്വാസ ദൗർബല്യം. ഇതാണ് അടുത്തൊരു വിഷയമായിട്ട് പറയുന്നത്. അതായത് തായിബ് എർദോഗൻ ഗവൺമെന്റിനെ വിശ്വാസമില്ല, ചൈനയ്ക്കും വിശ്വാസമില്ല, തുർക്കിയിലുള്ള ജനങ്ങൾക്കും വിശ്വാസമില്ല. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് ചൈന ചൂണ്ടിക്കാണിക്കുന്നത് ഈസ്റ്റ് തുർക്കിസ്ഥാൻ എന്ന് പറയുന്നത് ചൈനയുടെ ആ ഒരു ഷിങ്ജിയാങ് പ്രൊവിൻസിന്റെ തൊട്ടടുത്ത് കിടക്കുന്നതാണ് ഈസ്റ്റ് തുർക്കിസ്ഥാൻ. ഈ ഈസ്റ്റ് തുർക്കിസ്ഥാനിൽ ഈ ഉയ്ഗൂർ മുസ്ലിംസിന്റെ ഏറ്റവും വലിയ സാന്നിധ്യമുണ്ട്.
അപ്പോൾ ഈ ഒരു ഷിൻജിയാങ് പ്രൊവിൻസിലുള്ള ഉയ്ഗുർ മുസ്ലിംസിനെ എങ്ങനെയാണ് ചൈന ഡീൽ ചെയ്യുന്നത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ ഒരു ഈസ്റ്റ് തുർക്കിസ്ഥാൻ മേഖലയിലുള്ള ഈ ഉയ്ഗുർ മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ടീമുകൾ ഒരു പരിധിവരെ ഉയ്ഗുർ കാറ്റഗറിയിൽ തന്നെ വരുന്ന ആൾക്കാരാണ്. ഇവരുടെ സംഘടനകൾക്ക് ഏറ്റവും കൂടുതൽ സാന്നിധ്യമുള്ള വളക്കൂറുള്ള മണ്ണാണ് തുർക്കി. ഇതുപോലെ തീവ്ര മത നിലപാടുള്ള സംഘടനകളെ തീറ്റിപ്പോറ്റാനും വളർത്താനും തുർക്കി സഹായിക്കുന്നു എന്നുള്ളതാണ് ചൈന പരോക്ഷത്തിൽ പറഞ്ഞു വെക്കുന്നത്. അതൊരു പരിധിവരെയല്ല, 100% സത്യസന്ധമായ കാര്യം തന്നെയാണ്. അതായത് മതത്തിന്റെ പേരിൽ, മുസ്ലിം എന്നുള്ള പേരിൽ ഏത് തീവ്രവാദി പോയാലും അവരെ സംരക്ഷിക്കുക എന്നുള്ള നിലപാടാണ് തുർക്കിക്കുള്ളത്. ചൈന ഇതിനെക്കുറിച്ച് പലവട്ടം തുർക്കി എടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു തീവ്ര നിലപാടുള്ള ആൾക്കാരുടെ ഈ സംഘടനകളെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞിട്ട് പലതവണയായിട്ട് തുർക്കി വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് നിയന്ത്രിക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് ചൈന പറയുന്നത്. പിന്നെ പലതവണയായിട്ട് തുർക്കി ഈ ഉയ്ഗുർ മുസ്ലിംസിന്റെ പ്രശ്നത്തിനെ പൊതുവേദിയിൽ വന്ന് ചൈനയ്ക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. നമ്പർ 1, എങ്ങനെയാണോ നാറ്റോ രാജ്യങ്ങളുമായിട്ട് ചേർന്ന് റഷ്യക്കെതിരെ പ്രസ്താവനകൾ പുറപ്പെടുവിച്ചത്, റഷ്യയുടെ S-400 മേടിച്ച് വെച്ചിട്ടാണ് തുർക്കി റഷ്യക്കെതിരെയുള്ള നിലപാടുകൾ എടുക്കുന്നതെന്നും കൂടി നമ്മളിവിടെ എടുത്തു പറയണം. ഇതൊക്കെയാണ് ഡബിൾ സ്റ്റാൻഡേർഡ്സ്, ഇവിടെയൊക്കെയാണ് ഹിപ്പോക്രസി. നാറ്റോയിൽ അംഗത്വം വഹിക്കുന്നതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് തുർക്കിയെ മനസ്സിലാക്കാൻ പറ്റിയത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, തുർക്കിക്ക് ഒരു ഫ്രീ ഫോറിൻ പോളിസി ഇല്ല. കാരണം അവർക്ക് നാറ്റോയെ അനുകൂലിച്ചോ നാറ്റോയുമായിട്ട് ബന്ധപ്പെട്ടോ നാറ്റോ രാജ്യങ്ങളുമായിട്ടുള്ള ആ ഒരു ചുറ്റുപാടിൽ ഒതുങ്ങി നിന്നുള്ള ഫോറിൻ പോളിസി മാത്രമേ തുർക്കിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. നാറ്റോ രാജ്യങ്ങളെ വിട്ടുള്ള ഒരു കളിക്ക് തുർക്കി തയ്യാറാവാൻ കഴിയില്ല. അത് തന്നെയാണ് തുർക്കിയുടെ ദൗർബല്യം. ചൈന അത് വളരെ വ്യക്തമായിട്ട് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് തുർക്കിയെ മാറ്റി നിർത്തിയത്. പിന്നെ ചൈന കരുതുന്നത് ചൈനയുടെ ഇത്രയും വലിയൊരു മാർക്കറ്റ്, ആ മാർക്കറ്റ് കണക്ടിവിറ്റി സെൻട്രൽ പോയിന്റിൽ കൊണ്ട് തുർക്കിയെ നിർത്തി അത്രത്തോളം കമോഡിറ്റിയും കണക്ടിവിറ്റിയും ആ രാജ്യത്തിന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നാളെ ചൈനയ്ക്ക് ദോഷം ചെയ്യും. കാരണം ചൈനയ്ക്ക് എതിരെ നിൽക്കാൻ ഒരു മടിയും കാണിക്കാത്ത രാജ്യമാണ് തുർക്കി. അവർക്ക് പല രാജ്യങ്ങളുമായിട്ടും കണക്റ്റിംഗ് പോയിന്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഈ ഭാവിയിൽ തുർക്കി ഒരു വെല്ലുവിളിയാവും. വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ചൈനയെ എതിർത്ത് യുദ്ധം ചെയ്യുന്നല്ല, ഈ വ്യാപാര മേഖലയിൽ കുറച്ച് ഡോമിനൻസ് തുർക്കിക്ക് വരും. അപ്പോൾ ആ ഡോമിനൻസ് കൊടുക്കാൻ പാടില്ല എന്ന് ചൈന ആഗ്രഹിക്കുന്നുണ്ട്. ചൈന എവിടെയൊക്കെ എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വളരെ ദീർഘവീക്ഷണമുള്ള പോയിന്റുകളാണ് ഇതിനകത്ത് മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു പോയിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് തുർക്കി യൂറോപ്യൻ യൂണിയനിൽ ചേരണമെന്ന് പറയും. യൂറോപ്യൻ യൂണിയനിൽ ഞങ്ങൾ എടുക്കുന്നില്ല എന്നുള്ള പരാതികളുമായിട്ട് മുന്നോട്ട് പോകും. ഏഷ്യൻ രാജ്യങ്ങളെ തഴഞ്ഞുകൊണ്ട് ഒരു വെസ്റ്റേൺ ചേരിയിലേക്ക് ചേക്കേറാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ്, ആ ഒരു താല്പര്യം അത് വളരെ പ്രകടമാണ്. അതിലുപരിയായിട്ട് ഏഷ്യൻ സൈഡിൽ നോക്കുമ്പോഴത്തേക്കും ബ്രിക്സിൽ മെമ്പർഷിപ്പ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് വരിക, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരും. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ പിന്നെ അതിന്റെ താല്പര്യമോ അതിന്റെ മുന്നോട്ട് പോക്കോ അതുമായിട്ട് ബന്ധപ്പെട്ട ആക്റ്റീവായിട്ടുള്ള നീക്കങ്ങളോ ഒന്നും തന്നെ നടത്താറില്ല. പറഞ്ഞാൽ തുർക്കിയുടെ നാറ്റോ സെൻട്രിക് ആയിട്ടുള്ള ആ ഒരു ഫോറിൻ പോളിസി എക്സ്പോസ്ഡ് ആയി. തുർക്കി ഞങ്ങളൊരു ഫ്രീ ഫോറിൻ പോളിസിയാണെന്ന് പറഞ്ഞാലും അവർക്ക് ഫ്രീ ആയിട്ടുള്ള ഫോറിൻ പോളിസി നിർമ്മിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല. അതാണ് ഇവിടെ എക്സ്പോസ്ഡ് ആയത്. പിന്നെ ബ്രിക്സിലും SCOയിലൊക്കെ തുർക്കി മെമ്പറായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ വെസ്റ്റേൺ രാജ്യങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ നിലപാടെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പലരും കരുതുന്നുണ്ട്. അത് തുർക്കിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ചില രാജ്യങ്ങൾ, അത് ഈ മതപരമായ നിലപാടെടുത്തിരിക്കുന്ന മലേഷ്യ, അതുപോലെ തന്നെ പാകിസ്ഥാൻ, ഇതുപോലത്തെ ചില രാജ്യങ്ങൾ, അസർബൈജാൻ, ഇങ്ങനത്തെ ചില രാജ്യങ്ങൾ മാത്രമാണ് ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് മുന്നോട്ട് വെക്കുന്നത്. യാഥാർത്ഥ്യം ഘടകവിരുദ്ധമാണ്. പിന്നെ ആഭ്യന്തര സാമ്പത്തിക പ്രതിസന്ധി അതുണ്ട് തുർക്കിയിൽ. ഇന്റർനലി വളരെ വീക്കാണ്. എക്കോണമി പലപ്പോഴായിട്ട് കൂപ്പൂത്തുന്ന അവസ്ഥയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 50% ഇൻഫ്ലേഷൻ. പിന്നെ ഈ മതസംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങളെ ആ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി മാത്രം ഇന്റർനലി ഉപയോഗിക്കാണ്ട് അതിനെ ഗ്ലോബലി തന്നെ ഒരു ആയുധമായിട്ട് എടുത്ത് ഉപയോഗിക്കുന്ന തുർക്കിയുടെ ആ ഒരു സ്വഭാവം, ഈ മതമൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നത് മിഡിൽ ഈസ്റ്റ് ഡോമിനേഷൻ കിട്ടാനാണെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും അത് മിഡിൽ ഈസ്റ്റ് ഡോമിനേഷൻ കിട്ടാൻ വേണ്ടി മാത്രമല്ല. ശരിക്കും പറഞ്ഞാൽ ഏഷ്യൻ സൈഡിലും ഇസ്ലാമിക ഡോമിനേഷനുള്ള രാജ്യങ്ങളെ കോർത്തിണക്കി ഏഷ്യക്കുള്ളിൽ തന്നെ ഒരു ചേരിതിരിവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുർക്കി ശ്രമിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ആ വിഷയത്തിൽ തുർക്കിക്കും ഒരുപടി മുകളിലാണ്. അതുപോലെ മലേഷ്യ, തായ്ലാന്റ്, ഇന്തോനേഷ്യ ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ള ആ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ബംഗ്ലാദേശ്, ഈ രാജ്യങ്ങളെയൊക്കെ കോർത്തിണക്കാൻ തുർക്കി ശ്രമിക്കുന്നുണ്ട്. അതായത് ഒരു ചേരിതിരിവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് അത്ര നല്ല പരിപാടിയല്ല, ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റിയ ഒരു രാജ്യത്തിന്റെ സ്വഭാവമല്ല തുർക്കിക്കുള്ളത് എന്നാണ് വിലയിരുത്തൽ. ഇതുകൊണ്ടാണ് ചൈന തുർക്കിക്കുള്ളിൽ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താത്തത്. ഇനി ഇന്ത്യയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ വളരെ നല്ല ബന്ധമാണ് തുർക്കിയുമായിട്ട് കൊണ്ടുപോയത്. നമ്മളുടെ ഷിപ്പ് ബിൽഡിംഗ് കോൺട്രാക്ട് ഒക്കെ നമ്മൾ തുർക്കിക്ക് കൊടുത്തിരുന്നു. ഇന്ത്യക്കുള്ളിൽ ഒരുപാട് ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിലുള്ള വർക്കുകൾ നമ്മൾ തുർക്കിക്ക് കൊടുത്തിരുന്നു. എയർപോർട്ടിലുള്ള കോൺട്രാക്ട് വർക്കുകൾ, അതായത് ഈ ഒരു സെക്യൂരിറ്റി സ്ക്രീനിങ്, നമ്മുടെ ലഗേജ് സ്ക്രീനിങ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തുർക്കിക്ക് തന്നെയാണ് കൊടുത്തിരുന്നത്. തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികൾക്കാണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ എല്ലാം തന്നെ ഇന്ത്യ നിർത്തലാക്കി വരികയാണ്. അതിന്റെ കാരണം വേറെ ഒന്നുമല്ല, പാകിസ്ഥാനെ മതം എന്നുള്ള ആ ഒരു ആശയത്തിൽ ഊന്നി ഇന്ത്യയുടെ കശ്മീരിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് തുർക്കിയിലെ തയ്യബർദകൻ റിലീജിയസ് ഓറിയന്റഡ് ആയിട്ട് ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യക്കെതിരെയുള്ള പാകിസ്ഥാനുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇന്ത്യ മെഡിറ്ററേനിയൻ, അതുപോലെ തന്നെ സലാമി കടൽ തീരങ്ങളൊക്കെ ചേർന്നുകൊണ്ടുള്ള ഗ്രീസുമായിട്ടും അതേപോലെ തന്നെ തുർക്കിയെ നേരിട്ട് കൺഫ്രണ്ട് ചെയ്യുന്ന രീതിയിൽ സൈപ്രസ് ഐലൻഡുമായിട്ടും നല്ല രീതിയിലുള്ള ബന്ധം പുലർത്തി തുർക്കിയെ ഡയറക്റ്റ് കൺഫ്രണ്ടേഷനിലേക്ക് എത്തിക്കുകയാണ് ഇന്ത്യ ചെയ്യുന്നത്. അപ്പം ഇന്ത്യയും തുർക്കിയും തമ്മിൽ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് വളരെയധികം വഷളായിരിക്കുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഏകദേശം നമ്മൾ പാകിസ്ഥാൻ എങ്ങനെയാണോ കാണുന്നത് അതേ അവസ്ഥയിലേക്ക് തുർക്കി മാറിയിരിക്കുകയാണ്. ഇന്നലെ വരെ ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്ററും അതേപോലെ തന്നെ
സൈപ്രസിന്റെ ഫോറിൻ മിനിസ്റ്ററും തമ്മിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. സൈപ്രസിന്റെ നാഷണൽ ഡേ ആയിരുന്നു. ആ നാഷണൽ ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ അവരെ ഗ്രീറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇന്ത്യ സൈപ്രസുമായിട്ട് ഡിഫൻസ് മേഖലയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഇത് ഡയറക്റ്റ് ആയിട്ട് തുർക്കിയെ കൺഫ്രണ്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ തുർക്കി ഇന്ത്യക്കെതിരെ ശബ്ദമുയർത്തും, വല്ലാത്ത രീതിയിൽ ശബ്ദമുയർത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്ര നാളും ഗ്രീസിനെ അവർ ആ രീതിയിൽ ഒരു വലിയ സംഭവമായിട്ട് കണ്ടിരുന്നില്ല. എന്നാലും ഗ്രീസിനെ ഒരു ഒപ്പോണന്റ് എന്നുള്ള നിലയിൽ തന്നെയാണ് അവർ കണ്ടിരുന്നത്. ഇപ്പൊ ഇത്രയും വലിയൊരു സാമ്പത്തിക ശക്തിയും ഒരു സൈനിക ശക്തിയായിട്ടുള്ള ഒരു ഇന്ത്യ ഗ്രീസിനൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും തുർക്കിക്ക് ഇച്ചിരി മുട്ടുവിറയ്ക്കും. ആ മുട്ടുവിറയിൽ ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലാണ് തുർക്കി സെൻട്രിക്, തുർക്കി ഇന്ത്യ, തുർക്കി ചൈന, തുർക്കി യൂറോപ്പ്, ഗ്രീസ് ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നടക്കുന്നത്. ഇതിനകത്ത് ഒരു വിഷയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൈപ്രസിൽ ഇസ്രായേലിന് ഓൾറെഡി തന്നെ ഒരു എയർബേസ് ഉണ്ട്. ആ എയർബേസുമായിട്ട് ഇന്ത്യ ചേർന്ന് പ്രവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതാണ് പരാജയപ്പെട്ട തുർക്കിയുടെ ഫോറിൻ പോളിസി. ഇപ്പൊ ഈ ഒരു പരാജയപ്പെട്ട ഫോറിൻ പോളിസിക്കെല്ലാം ഒരു അംബർല കിട്ടണം, ഒരു സംരക്ഷണം കിട്ടണം. അതിനുവേണ്ടിയിട്ടാണ് തയ്യബ് എർദോഗൻ ഇപ്പോൾ അമേരിക്കയിൽ പോയിട്ട് ഡീല് സൈൻ ചെയ്യുന്നതും F-35 ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾക്ക് ഒരു അപ്രൂവൽ തരണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമേരിക്കയിൽ ട്രംപിന്റെ കാലിന് കീഴിൽ പോയി ഇരിക്കുന്നത്. ഇവിടെയും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു തുർക്കി സെൻട്രിക് ജിയോ പൊളിറ്റിക്സ് അനാലിസിസ് ആണ് നമ്മൾ നോക്കിയത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.